ഭാര്യ പോകുമ്പം ഭർത്താവിൻ്റെ പാസ്പോർട്ട് എന്തിനാണ് മുമ്പേ സബ്മിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭർത്താവ് പോകുമ്പം ഭാര്യയുടെ പാസ്പോർട്ട് എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഭർത്താവ് നാട്ടിൽ ഓട്ടോ ഓടിക്കുന്നവനാണ്, തെങ്ങ് കയറ്റക്കാരനാണ്. എന്തിനാ ചേട്ടാ, ഞാനല്ലേ ഇസ്രയേലിലേക്ക് വരുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ പാസ്പോർട്ട് എന്തിനാ? ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോൾ കയറി വരും? തീർച്ചയായിട്ടും ഇസ്രയേലിലേക്ക് കെയർ ഗീവർ മേഖല തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് 2025 അപ്ഡേഷനാണ്. പഴയ കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തൊക്കെയാണ് മുംബൈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് ഇംഗ്ലീഷ്. അതായത് നിങ്ങളുടെ പേര് മുതൽ, താമസിക്കുന്ന സ്ഥലം മുതൽ, ഫാമിലിയെക്കുറിച്ച്, ഇസ്രയേലിനെക്കുറിച്ച്, കെയർ ഗീവർ മേഖലയെക്കുറിച്ച്, ഇഷ്ടപ്പെട്ട ഫുഡിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ പറയുന്നു അതിലെ ഓരോ വാക്കുകൾ എടുത്ത് വെച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി മറുപടി പറയാൻ പറ്റുന്നുണ്ടോ എന്നതാണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് എൻക്വയറി വരുന്ന ഓരോ കാൻഡിഡേറ്റിനോടും വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, നിങ്ങളെ ഇസ്രയേലിൽ കെയർ ഗിവർ മേഖലയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാം, പക്ഷേ നിങ്ങൾ തീർച്ചയായും അത്യാവശ്യ ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ട്രെയിനിങ്ങിൻ്റെ ആദ്യ സമയത്ത് നിങ്ങളോട് ടീച്ചേഴ്സ് ചോദിക്കുന്ന പല വിധത്തിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ ആക്യുറേറ്റ് ഉത്തരമെന്നല്ല, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്നത് അവർ നോക്കും. എന്നതുകൊണ്ടാണ് ഫൈനൽ ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ ഒരുക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, BSc, GNM, ANM, 10ാം ക്ലാസ് വിദ്യാഭ്യാസമോ എന്തുമായിക്കോട്ടെ, 2 വർഷത്തെ പ്രവർത്തന പരിചയം അത് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായിട്ട് അതാത് ജില്ലകളിൽ നിന്ന് കാണിക്കേണ്ടതുണ്ട്. ആ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നവരാകണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ സ്ഥാപനം ഉണ്ടായിരിക്കണം എന്നത്. മൂന്നാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങൾക്ക് പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും. നാലാമതായിട്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്. ഇനി അൺമാരീഡ് ആണെങ്കിൽ, അതായത് പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ ലെറ്റർ പാഡിൽ സെക്രട്ടറി എഴുതി തരുന്ന ലെറ്റർ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റ്, അത് കാൻഡിഡേറ്റിൻ്റെ അല്ല, കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ മരണപ്പെട്ടു എങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ SSLC, +2 സർട്ടിഫിക്കറ്റുകൾ, BSc, GNM, ANM ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ. പിന്നീട് വേണ്ടത് PCC ആണ്. അതോടൊപ്പം തന്നെ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ, BScയോ GNMോ ANMോ ഉള്ളവർ തീർച്ചയായിട്ടും അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എബ്രോഡ് PCC, നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളുടെ എല്ലാം PCC വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനല്ലേ പോകുന്നത്, എൻ്റെ വൈഫിൻ്റെ പാസ്പോർട്ട് ഞാൻ എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എൻ്റെ വൈഫല്ലേ പോകുന്നത്, എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്, തെങ്ങ് കയറ്റക്കാരനാണ്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, എന്തിനാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇസ്രയേൽ അല്ലെങ്കിൽ ഏജൻസി സബ്മിറ്റ് ചെയ്യുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരാൾക്ക് ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ബിക്കോസ് ഇസ്രയേൽ എന്നത് വളരെ സുരക്ഷിതപരമായി മുന്നോട്ട് പോകുന്ന, സേഫ്റ്റിക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് വരുന്ന ആൾക്കാർ മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റി, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, അവർ എവിടെയൊക്കെ ജോലി ചെയ്തു എന്നത് പാസ്പോർട്ടിലൂടെ അറിയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഭാര്യ ജോലിക്ക് വരുമ്പോൾ ഭർത്താവിൻ്റെ പാസ്പോർട്ട് കൂടി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ കാൻഡിഡേറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന വിസയും
ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ കമ്പനിയുടെ ലെറ്റർ പാഡിൽ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്ന സർട്ടിഫിക്കറ്റും കാണിച്ചാൽ മതി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓൾവേസ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നതാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാൻഡിഡേറ്റോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക. ട്രെയിനിങ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും, മുംബൈയിലെ ട്രെയിനിങ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് അത് വന്നതിന് ശേഷം പഠിച്ചാൽ മതിയാവും. ഇതാണ് 2025 നിങ്ങൾ മുംബൈക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ വഴി വരുന്നവരാണെങ്കിൽ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഭാഗങ്ങൾ. ഇതിലേതെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് സമയങ്ങളിൽ ഞങ്ങൾ പരിഹരിച്ച് തരുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെട്ട് തരാനുള്ള സൗകര്യം ഞങ്ങൾക്കുണ്ട്. അതുമല്ല, അതാത് ജില്ലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുവാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ട്രെയിനിങ് പൂർത്തീകരിക്കുന്നു, ഫാമിലി സെലക്ഷൻ എടുക്കുന്നു, ഫാമിലി നിങ്ങളെ വിളിക്കുന്നു. ചില ഘട്ടങ്ങളിൽ ഫാമിലി വിളിക്കത്തില്ല, ഏജൻസി നിങ്ങളുടെ പേപ്പർ വർക്കുകൾ, അതായത് ഇസ്രയേൽ ഏജൻസി നിങ്ങളുടെ വിസ പ്രോസസ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കൺസേൺ ഫാമിലി, നിങ്ങളെ സെലക്ട് ചെയ്ത ഫാമിലിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ അക്കോർഡിംഗ് ടു ദാറ്റ് അവർ വിസ പ്രോസസ്സ് ചെയ്ത് വിസ വന്നതിന് ശേഷമാണ് അറിയാൻ സാധിക്കുന്നത്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന അപ്പച്ചനോ അമ്മച്ചയോ നിർഭാഗ്യവശാൽ മരണപ്പെട്ടു എങ്കിൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങളുടെ പേപ്പർ ഭാഗങ്ങൾ കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് അതിൻ്റെ പേപ്പർ ഡോക്യുമെൻ്റ് ത്രൂ ഏജൻസി വഴി സബ്മിറ്റ് ചെയ്ത് വരുന്ന ഒരു താമസം. ഒരുപക്ഷെ നിങ്ങളൊരു 10-15 പേര് അല്ലെങ്കിൽ 20 പേര് ഒരുമിച്ചാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നത്. അതിൽ ഈ 15 അല്ലെങ്കിൽ 20 പേർക്കും 20 ഫാമിലി കൊടുക്കുമ്പോൾ ആ ഫാമിലിയുടെ സ്പീഡപ്പ് മൂലം ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് പേർക്ക് കയറി വരാൻ പറ്റും. ചില ഫാമിലി ചില നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഇക്കണോമിക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഫാമിലിയുടെ ഇക്കണോമിക്കൽ ബാക്കപ്പ്, സേഫ്റ്റി, ക്രിമിനൽ ബാക്കപ്പ് ഉണ്ടോ, നിങ്ങളുടെ അല്ല നിങ്ങൾ നിൽക്കുന്ന ഫാമിലി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കരുതേണ്ട കാര്യങ്ങൾ ആ വീട്ടിലുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ വർക്കറിൻ്റെ സഹായത്തോടു കൂടി അത് ചെക്ക് ചെയ്ത് ഫാമിലിക്ക് അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ അവിടെ ഒരു വ്യക്തിയെ അപ്ലൈ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ വിസയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷേ അവർക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ സെലക്ട് ചെയ്ത റൈറ്റ് പേഴ്സൺ ആയിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് അവിടെ ആപ്റ്റായി നിയമത്തിൻ്റെ ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി വരണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തീർക്കേണ്ട പേപ്പറുകളിലെ കാലതാമസം വരുമ്പോൾ അവിടെയും താമസം വരും. നോർമൽ കേസിലെല്ലാം തന്നെ 3 മാസമാണ് എടുക്കുന്നത്. ഇനിയും നിങ്ങൾ മുംബൈക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് ആദ്യ ട്രെയിനിങ് മുതൽ, അതിൻ്റെ ഇൻ്റർവ്യൂ മുതൽ, അല്ലെങ്കിൽ അതിൽ ഫെയിൽഡായി പ്രീ ഇൻ്റർവ്യൂ തൊട്ട് അവസാന വിസ വന്നതിന് ശേഷം മെഡിക്കൽ എടുത്തതിന് ശേഷമുള്ള ഫൈനൽ ഇൻ്റർവ്യൂവിന് നിങ്ങളോട് ചോദിക്കുന്ന, നമ്മുടെ കാൻഡിഡേറ്റിനോട് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ ധൈര്യപൂർവ്വം പറയാൻ പറ്റും, ഇന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. സോ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതൊരിക്കലും വലിച്ചു വാരി ഒന്നും പറയണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. തീർച്ചയായിട്ടും ഗ്യാപ്പ് ഫില്ലിംഗ് ചോദിക്കും. അതായത് നിങ്ങളുടെ SSLC +2 അല്ലെങ്കിൽ BSc GNM എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലിംഗ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് ചോദിക്കും. പ്രയർ നോട്ടീസ് എന്താണ് എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പഠിപ്പിക്കും, എങ്കിലും പറഞ്ഞു പോകാം. ഒരു ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പർ. ഇന്ന കാരണത്താൽ എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ ജോലിയിൽ നിന്ന് മാറുവാൻ സഹായിക്കുന്ന ഫസ്റ്റ് നോട്ടീസാണ് പ്രയർ നോട്ടീസ്. അതുപോലെ വിവാഹം കഴിഞ്ഞതാണോ, വിവാഹം കഴിഞ്ഞില്ല, എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ, ഈവൻ ദോ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ഡിമെൻഷ്യ, നിങ്ങളുടെ ഏരിയ ഏത് ആസ് പെർ ദ ജോബ് ഓർഡർ നിങ്ങളുടെ ഏരിയ ചോദിക്കും. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോർമുല നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞു പാസ്പോർട്ട് സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കഴിഞ്ഞ 2025 സ്റ്റാർട്ടിങ് ജനുവരി ടു ഇപ്പോൾ 25 ഡേറ്റ് ആകുന്നു. ഈ സമയങ്ങളിൽ നമ്മുടെ കാൻഡിഡേറ്റിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ ആകെ ടോട്ടാലിറ്റിയിലുള്ള ചോദ്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല പല ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട കുക്കിംഗ്, ഇഷ്ടപ്പെട്ട മൂവി, ഇവയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഇസ്രായേലിൽ കെയർ ഗിവർ ജോലിക്ക് വരുന്നത് IAS ജോലിക്കൊന്നും അല്ലല്ലോ, IPS ജോലിക്കൊന്നും അല്ലല്ലോ എന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഓക്കെ ആവാൻ വേണ്ടി, കാര്യം എല്ലാ ഫാമിലിയിലും ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട് എന്നുള്ളത് കൊണ്ടും നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ട്രെയിനിങ് ആയിട്ട് കണ്ടാൽ മതി. അത് നമ്മൾ മാനിക്കുന്നു. പക്ഷേ ചില ഫൂളിഷ് ക്വസ്റ്റ്യൻസും ചില ഏജൻസിയിലെ ടീച്ചർമാർ ചോദിക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ടോ, നിങ്ങൾ എൻ്റെ വീഡിയോ ബാക്കിലേക്ക് നോക്കിയാൽ മതി. സോ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റൊക്കെ എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഞാൻ വിവാഹം കഴിച്ചല്ലോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊരു ഒരു ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഭാഗം ആയി കണ്ടാൽ മതി. നമ്മൾ വരുന്നത് വളരെ സുരക്ഷിതമായ ഒരു രാജ്യത്തേക്കാണെന്നും ആ രാജ്യത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ഈച്ച് ആൻഡ് എവരിത്തിങ്സ് അവർ ഡോക്യുമെൻ്റ് ആക്കുമെന്നൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ചെറിയ വലിയ കാര്യങ്ങളായിട്ട് അതിനെ കണ്ടാൽ മതി. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കെയർ ഗിവറായിട്ട് വരാനിരിക്കുന്ന കുട്ടികളിലേക്ക് കൊടുക്കുക. ഓൾമോസ്റ്റ് ഇപ്പം ജനുവരി മാസത്തെ ട്രെയിനിങ് നമ്മുടെ കാൻഡിഡേറ്റ് പൂർത്തീകരിച്ചു വരുന്നു. ഫെബ്രുവരി ബാച്ച് പോകാൻ നിൽക്കുന്നു. മാർച്ച് മാസത്തിലേക്കുള്ള നമ്മളുടെ ഗ്രൂപ്പ് നമ്മൾ ഫോം അപ്പ് ചെയ്യുകയാണ്. താല്പര്യമുള്ള 25 വയസ്സിനും 45, 46, 47 വയസ്സിനും ഇടയിലുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർ, അത്യാവശ്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വർഷങ്ങളുടെ പരിചയമുള്ള ഇംഗ്ലീഷിൽ അതോടൊപ്പം തന്നെ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയും എക്സ്പീരിയൻസ് ഉള്ള ഇസ്രയേലിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്ന് നിങ്ങളെ ഒരുക്കി ഇൻ കേസ് ഇസ്രയേൽ സംബന്ധമായ കെയർ ഗിവർ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നാട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരാളല്ല, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു വെൽ ട്രെയിൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ നമ്പറാണ്. തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഏത് തരത്തിലും എങ്ങനെയും എപ്പോഴും കെയർ ഗിവർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളുടെ പരിചയവും പ്രവർത്തന പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലെ ഓരോ വീടുകളെക്കുറിച്ചും ഓരോ ഏരിയയെക്കുറിച്ചും ജോലി സാധ്യതയെക്കുറിച്ചും ജോലിയിൽ നിന്ന് ഇറങ്ങി നിന്നാലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും ഒക്കെയും വ്യക്തമായിട്ടും അതിൻ്റെ ആധികാരികതയിൽ ആൾക്കാരുമായിട്ട് കൺസേൺ ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളും ഞങ്ങൾ കൊണ്ടുവന്ന കാൻഡിഡേറ്റ്സും മാത്രമാണ് ഞങ്ങളുടെ മൂലധനം. സോ പലരും ഞങ്ങൾ കൊണ്ടുവന്ന കോൺടാക്റ്റുകൾ ചോദിക്കുന്നുണ്ട്, തീർച്ചയായും ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പലരും കൊടുക്കാൻ മടിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ തീർച്ചയായിട്ടും ആര് ചോദിച്ചാലും നമ്മൾ കൊണ്ടുവന്ന കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പർ കൊടുക്കാറുണ്ട്. എല്ലാം പൂർണ്ണതയിലും വിജയത്തിലും കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാലും പലരും പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായക്കാരും വ്യത്യസ്ത ജീവിത അനുഭവമുള്ളവരുമാണല്ലോ. സോ കെയർ ഗിവർ മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇസ്രയേലിലേക്കാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുന്നോട്ടുള്ള അപ്ഡേഷൻസ് ഞങ്ങളുടെ തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം. സോ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.